അപ്പോൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ചിരട്ടക്കപ്പ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ 2 തേങ്ങയാണ് നമുക്ക് ആവശ്യം. ഇതുപോലത്തെ 2 തേങ്ങ നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ളതല്ല, ഇതുപോലെ ഒരു നീളം ടൈപ്പിൽ ഒരു കപ്പിൻ്റെ ഷേപ്പിലുള്ള 2 തേങ്ങ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റൗണ്ട് ഒരു എന്തെങ്കിലും വെച്ച് റൗണ്ട് ഷേപ്പിന് എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആശ ബ്ലേഡ്, അതായത് ആശ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരു കപ്പിൻ്റെ ഷേപ്പിൽ, കറക്റ്റ് ഒരു കപ്പിൻ്റെ ഷേപ്പിൽ കണക്കാക്കി വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്ക് ചെയ്തതിന് ശേഷം ആശ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത അതേ റൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് കട്ടായി വരുന്നതായിരിക്കും കേട്ടോ, വലിയ പാടൊന്നുമില്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ വലിയ ആശ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ആശ ബ്ലേഡ് വാങ്ങാവുന്നതാണ്. നമുക്ക് ചെറിയ ആശ ബ്ലേഡിൻ്റെ ഫ്രെയിമും ബ്ലേഡോടും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് മതിയാവും ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള തേങ്ങ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനെ എടുത്ത് മാറ്റേണ്ടതാണ്. ഇതിൻ്റെ അകത്തുള്ള തേങ്ങ നമ്മൾ എടുക്കണം. തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു പീസായിരിക്കും കിട്ടുക. കണ്ടില്ല, ഇതുപോലൊരു പീസായിരിക്കും കിട്ടുക. നമുക്കിനി കപ്പ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് കപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ തറയിൽ ഇരിക്കാൻ കണക്കിനൊരു സംഭവം നമുക്ക് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമുക്ക് വേറൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ടയുടെ ഈ ഭാഗം, അതായത് അതിൻ്റെ മുകളിലത്തെ കുറച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നിന്ന് ചെയ്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ വെച്ച് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആദ്യം അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ താഴെ വെച്ച് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ 2 കപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു പീസായിരിക്കും കിട്ടുക. നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതിൽ വയ്ക്കുമ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ചേർന്നിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വയ്ക്കേണ്ടത്. വയ്ക്കുമ്പോൾ കണ്ടല്ലേ, നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും, നല്ല സ്റ്റഡി ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊന്ന് പോളിഷ് ചെയ്യണം. ഈ ചിരട്ട നമ്മൾ ഇതെല്ലാ പീസും നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. നമ്മളിവിടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ് പോളിഷ് ചെയ്യുന്നത്. പോളിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിച്ചാത്തിയ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുക ഇതുപോലെ. അപ്പോഴും നമുക്ക് പോളിഷ് ചെയ്യാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ നല്ല എളുപ്പമായിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള 2 ചിരട്ട ഇതുപോലെ പോളിഷ് ചെയ്തെടുക്കുക. നമ്മൾ അല്പം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ചിരട്ടക്കപ്പ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. എത്രത്തോളം നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും, അപ്പോൾ അത്രയും ഭംഗി നമ്മുടെ ചിരട്ടക്കപ്പിനും കൂടുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെല്ലേക്കും കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പോളിഷ് ചെയ്ത് ഒരുവിധം സെറ്റായിട്ട് നമ്മുടെ ചിരട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 ചിരട്ട ഇതുപോലെ നല്ല വൃത്തിയായി പോളിഷ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ പീസും കൂടെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പോളിഷ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ചിരട്ട കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പൊടി ഒരിക്കലും കളയാൻ പാടില്ല, നമുക്കത് അവസാനം ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് വെച്ചിരിക്കുക. നമ്മൾ പശ ഉപയോഗിച്ച് അവസാനം ഒട്ടിക്കുമ്പോൾ ഈ പൊടി കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കളയാതെ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പീസും പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഇത്. നമ്മൾ പോളിഷ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കിട്ടിയ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. പോളിഷ് എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പിടി ആവശ്യമുണ്ട്. നമുക്കിങ്ങനെ കപ്പ് ഇങ്ങനെ പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ആവശ്യമുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ചിരട്ടയുടെ പീസ് എടുക്കുക. പീസ് എടുത്തതിന് ശേഷം ഒരു പിടിയുടെ കറക്റ്റ് ഒരു വലിപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിന് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് വലിയ പീസാണെങ്കിൽ നമുക്ക് ഈ ഒറ്റ പീസിൽ തന്നെ 2 പിടി നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇനി ചെറിയ റൗണ്ട് പീസാണെങ്കിൽ നമുക്ക് 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നേർ പകുതിയായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു 2 കുഞ്ഞ് പീസും കൂടെ ആവശ്യമുണ്ട്. കറക്റ്റ് പിടിയുടെ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കുഞ്ഞ് പീസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ പോളിഷ് ചെയ്ത പോലെ തന്നെ പേപ്പർ ഉപയോഗിച്ച് ഈ 2 പീസും ഇതുപോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് പശ ഉപയോഗിച്ച് ഒട്ടിക്കലും പിന്നെ പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പണിയെല്ലാം നമുക്ക് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പീസും നമ്മൾ പേപ്പർ ഉപയോഗിച്ച് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫെവിക്കോളിൻ്റെ വുഡ് ഫിൽ എന്ന് പറഞ്ഞൊരു പശയാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കറക്റ്റ് ഒരു പിടിയുടെ ഷേപ്പിന് ആ ചെറിയ പീസ് വെച്ചതിന് ശേഷം കുറച്ച് പൊടി ഇടുക. പൊടിയിട്ടതിന് ശേഷം പശ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റായി ഒട്ടിച്ചെടുക്കുക. പെട്ടെന്ന് ഒട്ടുന്നതായിരിക്കും കേട്ടോ ഇത്.
അപ്പോൾ ഇതിൻ്റെ പുറകുവശം ഇതേപോലെ പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഫില്ല് ചെയ്തതിന് ശേഷം പശ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. പിടി നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 2 പിടിയും നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ചിരട്ടയിൽ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ചിരട്ട ഒട്ടിക്കുന്നതിന് മുമ്പ് തറയിലൊക്കെ ഒന്ന് വെച്ച് നോക്കുക, കപ്പ് നേരെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ 2 ചിരട്ട ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. വുഡ്ഫിലിൻ്റെ പശ നല്ല ബലമുള്ള പശയാണ്. നമ്മൾ ഒട്ടിക്കപ്പോൾ തന്നെ സെറ്റാവുന്നതായിരിക്കും. പിന്നെ വലിച്ചാലൊന്നും വരത്തില്ല, നല്ല സെറ്റായിട്ട് തന്നെ ഒട്ടിയിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പിടിയാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ചെറിയ പീസ് വെച്ച് കറക്റ്റ് ഒരു പിടിയുടെ ഷേപ്പിലാക്കി നമ്മൾ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. പൊടിയിട്ടതിന് ശേഷം ഒരു നുള്ളു പശ ഒട്ടിച്ചാൽ മതി, അപ്പോൾ തന്നെ സെറ്റായിട്ട് ഒട്ടുന്നതായിരിക്കും. നമ്മൾ ഈ പിടിയൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ പേപ്പർ ഇട്ട് പോളിഷ് ചെയ്യണം. ഈ തെറിച്ച് നിൽക്കുന്ന ഭാഗമുണ്ട്, പശ ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തെറിച്ചൊക്കെ നിൽക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം. പിടിയുടെ അക സൈഡ് നമ്മളിതുപോലെ പൊടിയിട്ട് കൊടുത്തിട്ട് പശ ഉപയോഗിച്ച് ഒട്ടിക്കണം, എങ്കിലേ നല്ല ബലം കിട്ടുള്ളൂ പിടിക്ക്. ഇതിൻ്റെ പിടിയൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടി നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇപ്പം തന്നെ അത്യാവശ്യം ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. കപ്പിൻ്റെ പിടിയെല്ലാം ഒട്ടിച്ചെടുത്തപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇതിൽ പെയിൻറ്റ് ചെയ്യണം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പലകേര കളറുള്ള ലൈറ്റ് കളർ പെയിൻറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ 2 പീസിൽ നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 കപ്പിൽ നല്ല രീതിയിൽ പെയിൻറ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു 4-5 മണിക്കൂറൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റ് നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണങ്ങാൻ വെച്ചത്. ഇതുപോലെ എത്ര കപ്പ് വേണം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. കാണാൻ ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു ചിരട്ടയിലെ കപ്പ് തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് കട്ടൻ കാപ്പിയൊക്കെ ഒഴിച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. നല്ല കപ്പാണ് കേട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ ചിരട്ട കപ്പാണ്. അപ്പോൾ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന രീതിയിൽ തന്നെ നമ്മളെ ചിരട്ട കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.